തിരുവനന്തപുരം സ്വദേശിയായ സുവിശേഷകൻ രാജേഷ് ചെറുപ്പകാലത്ത് അനുഭവിച്ച ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം സ്കൂൾ പഠനം പോലും മുടങ്ങിപ്പോയ നാളുകൾ ഓർത്തെടുക്കുകയാണ് രാജേഷ്. ആശുപത്രികൾ മാറി മാറി ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത രോഗങ്ങൾ, പ്രാർത്ഥനയിലൂടെ സൗഖ്യമായ അനുഭവങ്ങൾ. സമാധാനമില്ലാതെ ഹൃദയവേദനയാൽ തകർന്നപ്പോൾ നിത്യമായ സന്തോഷവും സമാധാനവും പരിശുദ്ധാത്മാവിലൂടെ അനുഭവിച്ചറിഞ്ഞ സാക്ഷ്യമാണ് രാജേഷിൻ്റേത്. ഞാൻ ട്രിവാൻഡ്രത്ത് ജഗതി സ്കൂളിൻ്റെ അവിടെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. യേശുക്രിസ്തുവിനെ ചെറുപ്പത്തിൽ അറിയാനായിട്ട് ഇടയായിത്തീർന്നു. എനിക്ക് ചെറുപ്പത്തിലേ ഉള്ളൊരു ശീലമാണ് വചനം വായന എന്നുള്ളത്. സ്തോത്രം. ചെറുപ്പത്തിൽ ഞാൻ പോകുന്നത് കത്തോലിക്ക ചർച്ചുകളിലാണ്. സ്തോത്രം. അങ്ങനെയുള്ള ചർച്ചുകളിൽ പോവുകയും അവിടെ ആരാധന കൂടുകയൊക്കെ ചെയ്തു. എന്നാലും അവിടെ ഉള്ള ഒരു ശീലമാണ് എനിക്ക് വചനം വായിക്കുക എന്നുള്ളത്. സ്തോത്രം. വചനം ഒരു ഭക്ഷണം പോലെ വായിക്കുക. സന്ധ്യാപ്രാർത്ഥനയിലും ഓരോന്നിലും വചനത്തെ വായിക്കുക, വചനം വായിക്കുക, പാട്ട് പാടുക, ക്രിസ്തുവിന് വേണ്ടി പാടുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ്. സ്തോത്രം. അങ്ങനെ അത് വീട്ടിൽ ചെറുപ്പത്തിലെ മാതാപിതാക്കളിലൂടെ അറിഞ്ഞ ഒരു ശീലമാണ്. സ്തോത്രം. ആ ഒരു ശീലം എനിക്ക് ചെറുപ്പം മുതൽ എപ്പോഴും എൻ്റെ കൂടെ ക്രിസ്തു ഒരു കൂട്ടുകാരനെ പോലെ, എൻ്റെ കർത്താവ് ഒരു കൂട്ടുകാരനെ പോലെ ചെറുപ്പം മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. ഞാൻ ജനിച്ച സമയം മുതൽ എൻ്റെ കണ്ണ് എങ്ങനെയാണ്. സ്തോത്രം. എന്നാൽ കാഴ്ചയ്ക്ക് അത് കുഴപ്പമില്ല. സ്തോത്രം. പഠിക്കാനും എല്ലാത്തിനും ഇടയായിത്തീർന്നു. സ്തോത്രം. എന്നാൽ ഞാൻ ക്രിസ്തുവിനെ കൂടുതലും അറിയുവാൻ, ക്രിസ്തുവിനെ കൂടുതലും രുചിച്ചറിയുവാനായിട്ട് ഇടയായിത്തീർന്നത് ദൈവത്തെ മറ്റൊന്നിലൂടെ വന്ന ഒരു അസുഖമാണ്. മറ്റൊന്നിലൂടെ എനിക്ക് വന്ന വലിയൊരു അസുഖമാണ്. അസുഖം അതെനിക്ക് ഫിക്സ് എന്ന അസുഖത്തെ വലിയ ലെവലിൽ വരാനായിട്ട് ഇടയായിത്തീർന്നു. ചെറുപ്പം മുതലേ എനിക്ക് വളരെ ഒരു പ്രോബ്ലം ആയിരുന്നു ഫിക്സ് എന്ന അസുഖം. സ്തോത്രം. ആദ്യമൊക്കെ മൈൻഡിൽ മാത്രമായിട്ട് വന്ന് ഇരിക്കുമായിരുന്നു. പിന്നീട് വരുന്നത് എട്ടാം ക്ലാസ്സിലാണ്. എട്ടാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ 8ാം ക്ലാസ്സിലോട്ട് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. രാത്രികാലത്ത് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ശക്തമായിട്ട് എനിക്ക് അസുഖം വരുന്നത്. സ്തോത്രം. ആ അസുഖം വന്നേ പിന്നെ വീട്ടിൻ്റെ പുറത്ത് പോകാനോ മറ്റു സ്ഥലങ്ങളിൽ പോകാനോ കളിക്കാൻ പോകാനോ പറ്റാറില്ല. പക്ഷേ വീട്ടിൽ നിന്നാരും പുറത്ത് വിടാറില്ല. അത്രയ്ക്ക് അസുഖം വന്ന് പുറത്ത് വീഴുമായിരുന്നു. എൻ്റെ പഠനത്തെ ബാധിക്കുമായിരുന്നു. അത് ഓരോന്നിനെയും ബാധിക്കുന്ന സമയത്ത് എൻ്റെ ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാൻ, ക്രിസ്തുവിനെ കൂടുതലായിട്ട് അറിയാൻ എനിക്ക് ഈ അസുഖത്തിലൂടെ കഴിഞ്ഞു. സ്തോത്രം. അസുഖത്തിലൂടെ വീട്ടിലിരിക്കുമ്പോഴും അസുഖത്തിലൂടെ പഠിക്കുമ്പോഴും അവിടെ ഞാൻ കൂടുതൽ അറിഞ്ഞത് ക്രിസ്തുവിനെ അവിടെ കൂടുതലായിട്ട് അറിയാൻ എനിക്ക് ഇടയായിത്തീർന്നത് ഈ അസുഖമാണ്. ഈ അസുഖം വന്നപ്പോൾ എനിക്ക് കൂടുതലും നഷ്ടപ്പെട്ടത് എൻ്റെ പഠനത്തെ അത് ബാധിക്കാനായിട്ട് ഇടയായിത്തീരുന്നു. എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് സ്പോർട്സിന് ഭയങ്കര താല്പര്യമാണ്. എന്തും ചെയ്യാൻ എനിക്ക് ഭയങ്കരമായ താല്പര്യമാണ്. ആ താല്പര്യത്തെ മുൻനിർത്തി ഞാൻ പോകുമ്പോൾ ഈ അസുഖത്തെ കാരണം അതിലോട്ട് പറ്റാറില്ല. പോകും എന്ന് വെച്ചാൽ ഉള്ളിലൊരു ഭയം കിടക്കും. ഈ അസുഖത്തിൻ്റേതാവുന്ന ഒരു ഭയം കിടക്കും. ഫിക്സിൻ്റെ അസുഖം വന്ന് വീഴുന്നതിൻ്റെ ഭയം, അങ്ങനത്തെ ഓരോ ഭയം ഉള്ളിൽ വന്ന് എനിക്കിരിക്കാറുണ്ട്. അങ്ങനത്തെ ആ ഭയം എന്നെ വളരെയധികമായിട്ട് ബാധിക്കുന്നത് എൻ്റെ ആ പഠന മേഖലയാണ്. സ്തോത്രം. ഇപ്പോഴും ഓർമ്മയുള്ളത് എൻ്റെ 10ാം ക്ലാസ്സിലെ ജീവിതമാണ്. ആ 10ാം ക്ലാസ്സിലൊക്കെ ഞാൻ പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിലെ എക്സാം എഴുതും. 10ാം ക്ലാസ്സിൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ളത് എൻ്റെ ഒരു ടീച്ചറിനെയാണ്. ആ ടീച്ചർ എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എക്സാം എഴുതി ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ശക്തമായിട്ട് എനിക്ക് അസുഖം വരാനും, ആ അസുഖം വന്ന് ഫിക്സിൻ്റെ അസുഖം വരാനും അവിടെ എനിക്ക് ശക്തമായിട്ട് അവിടെ ഒമിറ്റ് ചെയ്തിടാനായിട്ട് ഇടയായിത്തീർന്നു. ക്ലാസ്സിൽ ഛർദ്ദിച്ചിടാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെയും അസുഖം വരുമ്പോഴും എന്നെ ആരും കൂട്ടത്തില്ല. എൻ്റെ കൂട്ടുകാരന്മാർ കൂട്ടത്തില്ല, മറ്റുള്ളവർ കൂട്ടത്തില്ല, ആരും കളിക്കാൻ കൊണ്ടുപോകത്തില്ല, മറ്റുള്ള ഒന്നിനും എന്നെ കൂട്ടത്തില്ല. എന്ന് വെച്ചാൽ എല്ലാവർക്കും പേടിയാണ്. എല്ലാവർക്കും ഈ അസുഖത്തെ തുടർന്ന് പേടിയാണ്. എന്നെ കൂട്ടാൻ പേടിയാണ്, കൂട്ടത്തിൽ കൊണ്ടുപോകാൻ പേടിയാണ്. എന്ന് വെച്ചാൽ അവരെ കൂടെ പോകുമ്പോൾ വരുമോ എന്നുള്ള ആ ഒരു ഭയം കാരണം എന്നെ ആരും കൂട്ടാറില്ല. അവിടെയും എൻ്റെ കൂടെ ഇറങ്ങി വന്ന ഒരാളുണ്ട്. അതാണ് യേശുക്രിസ്തു.
അതിൻ്റെ യേശു കർത്താവിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഇറങ്ങി വരും എന്നുള്ളതാണ് പ്രത്യേകത. കൂട്ടുകാർ തള്ളിക്കളയുമ്പോഴും മറ്റു വ്യക്തികൾ തള്ളിക്കളയുമ്പോഴും യേശു കർത്താവ് നമ്മുടെ കൂടെ കാണും. അതിൻ്റെ പ്രത്യേകത നമുക്കൊരു സമാധാനമാണ്. ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ആ രക്ഷിതാവായി സ്വീകരിച്ചതിൽ തുടർന്ന് എനിക്ക് വന്നിട്ടുള്ളത്, എൻ്റെ കുടുംബത്തിന് വന്നിട്ടുള്ളത് ഭയങ്കരമാവുന്ന ഒറ്റപ്പെടലുകളാണ്. ഒറ്റപ്പെടൽ, കുറ്റപ്പെടുത്തൽ ഇതെല്ലാം ഞാൻ ശക്തമായിട്ട് നേരിട്ടിട്ടുണ്ട്. ഇതെല്ലാം നേരിടുമ്പോഴും എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി എന്നുള്ളത് എനിക്ക് വ്യക്തമായി തിരിച്ചറിയും. ആ ഓരോ മിനിറ്റുകളിലും എൻ്റെ കൂടെ കർത്താവ് ഉണ്ട്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഫൈനൽ എക്സാം എഴുതുക. സ്തോത്രം. അതിൻ്റെ ഫൈനൽ എക്സാം എഴുതുന്ന സമയത്ത് മാത്സിൻ്റെ പരീക്ഷ എഴുതുന്ന സമയത്ത് എനിക്ക് സംഭവിച്ചൊരു കാര്യമാണ്. മാത്സിൻ്റെ എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് ശക്തമായിട്ട് അസുഖം വന്നു. അസുഖം വരാനായിട്ട് ഇടയായിത്തീർന്നു. അതിനെ തുടർന്ന് ആ എക്സാം എനിക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല. എക്സാമിൽ ശക്തമായിട്ട് പരാജയം കൈവരിച്ചു. അവിടെ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. യേശു കർത്താവിൻ്റെ ആ ഒരു പ്രാർത്ഥന, ഓരോരുത്തരും അതിനെ തുടർന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സമാധാനമുണ്ട്. അന്ന് സമാധാനമില്ലാത്ത സമയങ്ങളിൽ, പല സമയങ്ങളിൽ ഞാൻ നടന്ന സമയങ്ങളുണ്ട്, വീട്ടിലിരുന്ന സമയങ്ങളുണ്ട്. സ്തോത്രം. ഇങ്ങനെയുള്ള സമയത്ത് ഞാൻ വിളിക്കുന്ന പല പ്രയർ സെൻ്ററുകളിലാണ്. ആ ഓരോ പ്രയർ സെൻ്ററുകളിൽ വിളിക്കുമ്പോഴും എനിക്കൊരു കൂട്ടില്ല. എനിക്കൊരു കൂട്ടില്ല. ഞാനൊരു സമാധാനത്തിന് വേണ്ടി വിളിക്കും. ഒരു പ്രയർ സെൻ്ററിലല്ല, പല പ്രയർ സെൻ്ററുകളിലായിട്ട് വിളിക്കും. അവിടെ പ്രയർ സെൻ്ററിൽ വിളിക്കും. അവിടെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സമാധാനം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്. സ്തോത്രം. ഇത്തക്കൂടെ ഒന്നും കൂടെ ഞാൻ പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഇത്തക്കൂടെ സംസാരത്തിന് ഭയങ്കര വിക്കായിരുന്നു. എനിക്ക് ആരോടും സംസാരിക്കാത്തതുകൊണ്ട്, ചെറുപ്പം മുതൽ ഈ അസുഖമായതിനാൽ ഞാൻ ആരോടത്തും സംസാരിക്കാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ നാവിന് ഭയങ്കര വിക്കായിരുന്നു. ഇങ്ങനത്തെ ആ വിക്ക് കാരണവും അത് പ്രോബ്ലമാണ്. സ്തോത്രം. അതെല്ലാം പിന്നത്തേതിൽ എനിക്കൊരു വിടുതലായി മാറി. എൻ്റെ കർത്താവിൽ നിന്ന് എനിക്കത് ഭയങ്കര ഒരു വിടുതൽ കിട്ടി. കർത്താവിനെ അറിഞ്ഞത് മുഖേന, കർത്താവിൻ്റെ സാന്നിധ്യം അറിഞ്ഞത് മുഖേന ഭയങ്കര ഒരു വിടുതലായി മാറി. ഞാൻ TV കണ്ട മടുത്ത സമയങ്ങളുണ്ട്, സിനിമകൾ കണ്ട മടുത്ത സമയങ്ങളുണ്ട്. വർഷങ്ങളായിട്ട് ഒരു സ്ഥലത്തും പോകാൻ പറ്റാതിരിക്കുമ്പോൾ, സ്തോത്രം, രോഗിയായിട്ടിരിക്കുമ്പോൾ ആ രോഗം അനുഭവിച്ച് വീട്ടുകാർക്കെല്ലാം പേടിയാണ്. അമ്മയ്ക്ക്, അച്ഛന് എല്ലാവർക്കും പേടി. എവിടെയെങ്കിലും പോകുമ്പോൾ, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയാൽ അസുഖം വരൂ, അവിടെ വെച്ച് ആ അസുഖം വരൂ എന്ന് പറഞ്ഞ് അങ്ങനെ ശക്തമായുള്ള പേടിയാണ്. ആ പേടി കാരണം എന്നെ ഒരിടത്തും വിടാറില്ലായിരുന്നു. സ്തോത്രം. എന്നെ ഒരിടത്തും വിടാറില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോന്ന് പഠിക്കുന്നത്. കീബോർഡ് അങ്ങനെയുള്ള ഓരോന്നും പഠിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൻ്റെ നടുവിലും എനിക്ക് ആഗ്രഹം ഉള്ളിൽ കിടക്കും. എന്നാൽ അതിലൊന്നും വിടാത്തതിൻ്റെ കാര്യം ഭയങ്കര ഭയമാണ്. ആ ഭയം കാരണം ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. ആ ഭയത്തിൽ ഞാൻ കിടക്കുമ്പോൾ, ആ രോഗത്തിൽ ഞാൻ വളരെയധികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും പോകാത്ത ഹോസ്പിറ്റലില്ല. എല്ലാ സമയങ്ങളിലും മെഡിക്കൽ കോളേജിൽ എല്ലാ വർഷങ്ങളിലും എന്നല്ല, എല്ലാ മാസങ്ങളിലുമാണ് ഞാൻ പോകുന്നത്. എല്ലാ മാസങ്ങളിലും വളരെയധികം ശക്തമായിട്ട് ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം ഫുള്ളും മെഡിക്കൽ കോളേജിൽ ഈ അസുഖം മാത്രം കേന്ദ്രീകരിച്ച് പല ഹോസ്പിറ്റലുകളിലാണ്. സ്തോത്രം. അവിടെ പോകുമ്പോഴൊന്നും വലിയ വിടുതലില്ല. ഒരിക്കൽ സ്കാനിങ് എടുത്ത് നോക്കുന്നു. ആ സ്കാനിങ്ങിൽ എടുത്ത് നോക്കുമ്പോൾ അവർക്ക് തന്നെ അതിശയം വരുന്ന തലത്തിൽ അസുഖമൊന്നും ആ സ്കാനിങ്ങിൽ കാണാനില്ല. അവിടെയും ഞാൻ വീണ്ടും ചികിത്സിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെയും ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയിലൂടെ മാത്രമേ ചിലതിന് വിടുതലുള്ളൂ. അവിടെ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ മുൻപിൽ വരിക. ദൈവത്തിൻ്റെ മുൻപിൽ വന്നാൽ, നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ ആദ്യം കിട്ടുന്നത് സമാധാനമാണ്. എൻ്റെ യേശു കർത്താവ് എനിക്ക് ആദ്യം തന്നത് സമാധാനമാണ്. കർത്താവിൽ നിന്ന് ഞാൻ പ്രാപിച്ചത് സമാധാനമാണ്. ഡോക്ടർമാരിൽ നിന്ന് പ്രാപിക്കാത്തത്, മറ്റുള്ളവരിൽ നിന്ന് ഞാൻ പ്രാപിക്കാത്തത്, അതെല്ലാം പ്രാപിക്കാത്തത് വേദപുസ്തകം വായിച്ച്, ഞാൻ വചനം വായിച്ച് എനിക്ക് നേടിയെടുത്തുന്നതാണ് സമാധാനം. ആ ഒരു സമാധാനം നേടിയപ്പോൾ അതിൻ്റേതാവുന്ന പ്രത്യേകതകൾ എനിക്കുണ്ട്. എനിക്ക് എവിടെയാണോ പഠനം നിർത്തിയത് അവിടെ ഞാൻ വീണ്ടും തുടങ്ങാനായിട്ട് ഇടയായിത്തീരുന്നു.
10ാം ക്ലാസ്സിൻ്റെ എക്സാം കഴിഞ്ഞു അവിടെ നിർത്തി. പിന്നത്തേതിൽ ഞാൻ എഴുതി ജയിച്ചു. പിന്നത്തേതിൽ ഞാൻ എഴുതി ജയിച്ചപ്പോഴും അവിടെയെല്ലാം അനേക വർഷക്കാലം പുറത്തൊന്നും പോകാൻ പറ്റാറില്ല. തിക്കൂടെ പറഞ്ഞാൽ എന്നെ പുറത്ത് വിടാറില്ല. രാവിലെ എൻ്റെ അച്ഛൻ പോവും, അനിയൻ പോവും, അമ്മ പോവും, ഇവരെല്ലാവരും ജോലിക്ക് പോവും. എന്നാൽ എനിക്ക് മാത്രം പുറത്തു പോകാൻ കഴിയത്തില്ല. ഈ അസുഖം കാരണം മറ്റൊരു സ്ഥലത്ത് പോകാൻ കഴിയാറില്ല. അവിടെ എനിക്ക് പ്രാർത്ഥന എന്നത് ഒരു അഭയമായി മാറി. എൻ്റെ പ്രാർത്ഥനയുടെ ജീവിതം തുടങ്ങിയപ്പോൾ ഞാനവിടെ സിനിമ കണ്ടു മടുത്തു. ഓരോന്ന് കണ്ട് മടുത്ത സമയത്ത് ഞാൻ പ്രാർത്ഥന എന്നതിലോട്ട് അഭയം തേടി. പേഴ്സണൽ പ്രയർ. എനിക്ക് ആദ്യമൊന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. എത്ര സമയം പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, എത്ര സമയമെന്നറിയത്തില്ല, എത്ര എഴുതി വെച്ച് പ്രാർത്ഥിക്കും, അല്ലാതെ ഞാൻ പ്രാർത്ഥിക്കും. ഓരോ വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും. ഓരോന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴും എൻ്റേതാകുന്ന ലൈഫിൽ ഒന്നും വരുന്നില്ലായിരുന്നു. സ്തോത്രം. എന്നാൽ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച ഓരോ സമയങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓരോ സമയങ്ങളിലും പ്രാർത്ഥനയുടെ പല അനുഭവങ്ങളുണ്ട്. പ്രാർത്ഥനയുടെ ഒന്നിലേറെ അനുഭവങ്ങൾ എനിക്കുണ്ട്. അതിലൊന്നാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അരുമനാഥൻ എൻ്റെ മുമ്പിൽ ഇറങ്ങി വന്ന സമയങ്ങളുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ നടുവിലിരുന്ന സമയങ്ങളുണ്ട്. ശക്തമായ സാന്നിധ്യം എൻ്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സാന്നിധ്യം എൻ്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ, ആദ്യം ദൈവം എനിക്ക് തന്നത് ഞാൻ പ്രാപിച്ചിരുന്ന എൻ്റെ ഉള്ളിൽ കെട്ടിക്കിടന്ന പല വിഷമങ്ങൾ അത് പൊട്ടി മാറാൻ ഞാനായിട്ടിടയായിത്തീർന്നു. അവിടെ ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞു. ക്രിസ്തുവിൻ്റെ സമാധാനം എനിക്ക് ലഭിച്ചത് പേഴ്സണൽ പ്രയർ മുഖാന്തരമാണ്. പേഴ്സണൽ പ്രയർ മുഖാന്തരം എൻ്റെ കർത്താവിനെ ഞാൻ തിരിച്ചറിയുവാനായിട്ടിടയായിത്തീർന്നു. ആരാണ് ക്രിസ്തു? എന്താണ് ക്രിസ്തുവിൻ്റെ പ്രത്യേകത? എന്താണ് അതിൻ്റെ സമാധാനം? എന്താണ് ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ പ്രത്യേകത? എന്താ ആ ഒരു തിരിച്ചറിവ്, ആ ഒരു അറിവ് വ്യത്യാസം പറഞ്ഞാൽ ആ ഒരു അസുഖം മാറുന്നതിന് മുമ്പ് തന്നെ ഞാൻ അറിയുകയായിരുന്നു എൻ്റെ കർത്താവിനെ. മറ്റാരും നിന്നില്ലെങ്കിലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെ നിൽക്കും. ഞാൻ മറ്റൊരു സമയങ്ങളിൽ ഒരു കൺവെൻഷൻ വേദിയിൽ നിന്ന് മറ്റൊരു കൺവെൻഷൻ വേദിയിലോട്ട് ഓടിയ സമയങ്ങളുണ്ട്. ഹീലിങ്ങിന് വേണ്ടിയാണ്. പലരുടെ മീറ്റിങ്ങുകൾ, പലരുടെ വചനങ്ങൾ അതിലൂടെ കേട്ടു. അതിലൂടെ എനിക്ക് പ്രയോജനമുണ്ടായത് ക്രിസ്തു എന്താ, ക്രിസ്തുവിനെ ആരാ എന്ന് ഒന്നും കൂടെ തിരിച്ചറിയുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് വ്യക്തമായിട്ട് അറിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം വന്ന സമാധാനമാണ്. വളരെയധികമായിട്ടുള്ള ഒരു സമാധാനം തിരിച്ചറിഞ്ഞു. ഒരു സമാധാനം അവിടെ വെച്ച് ഓരോന്നും ഞാൻ വ്യക്തമായിട്ട് അറിയുവാനായിട്ട് വചനം വീട്ടിലിരിക്കുമ്പോഴും അല്ലാതെയും വായിക്കാനായിട്ട് തുടങ്ങി. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ വീട്ടിൽ ആരും കാണത്തില്ല. രാവിലെ തുടങ്ങുന്നതാണ് പ്രാർത്ഥന. രാവിലെ ഒരു 10 മണിക്ക് തുടങ്ങുന്നതാണ് പ്രാർത്ഥന. ഏകദേശം പ്രാർത്ഥന തീരുന്ന സമയമാണെന്ന് പറയുമ്പോൾ വൈകുന്നേരം 5 മണി വരെ ഇരുന്ന് പ്രാർത്ഥിക്കും. അത്രത്തോളം മണിക്കൂറുകൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും വലുത്. ഒറ്റപ്പെടൽ ഒന്നുമല്ലാതെയായി മാറി. രോഗമോ ഒറ്റപ്പെടലോ ഞാൻ അനുഭവിച്ച മറ്റു പല ബുദ്ധിമുട്ടുകളോ ഒന്നുമല്ലാതെയായി മാറി. അവിടെ ഒന്നുമല്ലാതെയായി മാറിയപ്പോൾ ഇതൊന്നും ഒന്നുമല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ കർത്താവിന് ഞാൻ കൂടുതൽ പ്രാധാന്യത കൊടുത്ത് വചനം വായിക്കാനായിട്ട് തുടങ്ങി. വചനം കൂടുതൽ വായിക്കും തോറും എൻ്റെ ഉള്ളിലെ വിഷമങ്ങൾ മാറിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. വചനം ഒന്നുവിടാതെ വായിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ചെറുപ്പപ്രായത്തിൽ അമ്മ ശീലിപ്പിച്ച ഒരു ശീലമാണ് സന്ധ്യാപ്രാർത്ഥന എന്നുള്ളത്. വീട്ടിലിരിക്കുന്ന ഒരു ശീലമാണ്. ആ വീട്ടിലിരുന്ന ശീലത്ത് ആ സന്ധ്യാപ്രാർത്ഥിക്കുമ്പോൾ സന്ധ്യാപ്രാർത്ഥനയുടെ ടൈം ആകുമ്പോൾ അവിടെ പാട്ട് പാടും. അവിടെ വീട്ടിൽ പാട്ട് പാടും. ആ പാട്ടുപാടി കഴിഞ്ഞതിന് ശേഷം അവിടെ ഞാൻ വചനം വായിക്കും. അമ്മയെല്ലാം വചനം വായിക്കാൻ പറയും. ആ വചനം വായന ഇന്നും നിന്നിട്ടില്ല. അന്ന് തുടങ്ങിയത് ആ വചന വായന ഇന്നും വരെയും നിന്നിട്ടില്ല.
ക്രിസ്തുവിനെയാണ്. വ്യക്തമായി പറഞ്ഞാൽ ക്രിസ്തുവിനെ ആ വ്യക്തിയിലൂടെ കാണണം. എനിക്ക് പാസ്റ്റർമാരെന്ന് പറയുമ്പോഴേ ആദ്യമേ വെറുപ്പായിരുന്നു. ആ വെറുപ്പ് ആയിരുന്ന സ്ഥാനത്ത് ദൈവം ഒരാളെ കാണിച്ചു തന്നു. അതാണ് എൻ്റെ ആത്മീയ പിതാവ് പാസ്റ്റർ GL ഷിബു എന്ന് പറയുന്നത്. അദ്ദേഹത്തിലൂടെ കാണിച്ചു തന്നു. അദ്ദേഹത്തിലൂടെ ആ ഒരു ക്യാരക്ടർ കാണിച്ചു തന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ സ്വരം, അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ ദൈവം കാണിച്ചു തന്നു. എന്നെ ഓരോന്നും ചേഞ്ച് ആക്കിക്കൊണ്ടേയിരുന്നു. എന്നെ ഓരോന്നും വളരെയധികമായിട്ട് ചേഞ്ച് ആക്കിക്കൊണ്ടേയിരുന്നു. എന്നെ ഓരോന്നിലും കർത്താവ് ചേഞ്ച് ആക്കിക്കൊണ്ടേയിരുന്നു. ഒരിക്കൽ ഞാൻ അസുഖമായിട്ട് വന്ന് ജനറൽ ഹോസ്പിറ്റലിൽ കിടക്കുക. എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. അന്നൊന്നും എൻ്റെ അമ്മ ഒന്നും ചർച്ചിലൊന്നും വന്നിട്ടില്ല. ഞാൻ കിടക്കുക സ്വത്രം ജനറൽ ഹോസ്പിറ്റലിൽ കിടക്കുക. പാസ്റ്ററിൻ്റെ ഒരു റിലേറ്റീവിനെ കാണാൻ വേണ്ടി വന്നതാണ് സ്വത്രം. അപ്പം ഞാൻ പാസ്റ്ററിനെ കാണിച്ചു കൊടുത്തു. പാസ്റ്ററിനൊക്കെ ആരാന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അപ്പോൾ പാസ്റ്റർ എൻ്റെ അടുത്ത് വന്നു. ഞാൻ പിന്നെയാണ് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇടയായിത്തീരുന്നത്. നമ്മളിലൂടെ ക്രിസ്തുവിനെ കാണുക. ആ രോഗം വരുമ്പോഴും ആ രോഗത്തേക്കാൾ ഉപരി ക്രിസ്തു വളരെയധികം പ്രാധാന്യത, ക്രിസ്തുവിൻ്റെ ആ പ്രാധാന്യത എന്ന് ഞാൻ അവിടെ തിരിച്ചറിഞ്ഞപ്പോഴാണ് എനിക്കൊരു വിടുതലുണ്ടായത്. കൂടുതലും തിക്കൂടെ പറഞ്ഞാൽ വചനം വായിക്കുക, തിക്കൂടെ പറഞ്ഞാൽ വചനം വായനയിലൂടെ തിരിച്ചറിയുക. എനിക്കൊന്ന് സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ക്രിക്കറ്റ് കളിക്കുക, മറ്റതും കളിക്കുക, ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഇതൊന്നും വിടത്തില്ല. പല സമയങ്ങളിൽ ഞാൻ നടന്നു പോകുന്ന സമയത്ത്, പലപ്പോഴും റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് എനിക്ക് ഫിക്സ് വന്ന് വീണിട്ടുണ്ട്. ഈ അസുഖം വന്ന് ശക്തമായിട്ട് വീണിട്ടുണ്ട്. ഇത് കാരണം വീട്ടിൽ നിന്ന് പുറത്താരും വിടാറില്ല. ഇതിൻ്റെതാവുന്ന വിഷമങ്ങളുണ്ട്, ഇതിൻ്റെതാവുന്ന ഓരോ ബുദ്ധിമുട്ടുകളുമുണ്ട്. ഓരോ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും ഞാൻ തിരിച്ചറിയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ക്രിസ്തു. നമ്മുടെ കൂടെ ക്രിസ്തു ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പാണ് എങ്കിൽ ക്രിസ്തു നമ്മളെ വലം കരം പിടിച്ച് നടത്തും. എവിടെ ഇരുന്നാലും യേശുവേ എന്ന് വിളിക്കുമ്പോൾ യേശു നമ്മുടെ അടുക്കൽ ഇറങ്ങി വരും. മനുഷ്യന് എവിടെ വരുന്നതിനും പരിമിതിയുണ്ട്, മനുഷ്യന് ഏത് സ്ഥലത്ത് വരുന്നതിനും പരിമിതിയുണ്ട്. എന്നാൽ യേശു കർത്താവിന് വരുന്നതിന് പരിമിതിയില്ല. യേശു കർത്താവിന് നമ്മുടെ എവിടെയും വരാനായിട്ട് കഴിയും. യേശുവെന്ന് ഞാൻ എവിടെ ഇരുന്ന് വിളിക്കുമ്പോഴും എൻ്റെ കൂടെ അനുഭവപ്പെടുന്നത് യേശു എന്ന സാന്നിധ്യമാണ്. ഞാൻ സ്കൂളിൽ പോകുമ്പോഴായിരുന്നാലും, ഞാൻ നടക്കുമ്പോഴായിരുന്നാലും, ഞാൻ മറ്റു പല കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരുന്നാലും യേശുവെന്ന് വിളിക്കുമ്പോൾ യേശു കർത്താവ് ഇറങ്ങി വരുന്ന ഓരോ സമയങ്ങളുണ്ട്. യേശു കർത്താവ് എൻ്റെ കൂടെ വന്ന സമയങ്ങളുണ്ട്. കൂട്ടുകാരെ ഒറ്റപ്പെടുത്തി മറ്റു പലരും ഒറ്റപ്പെടുത്തി. ആ ഒറ്റപ്പെടുത്തലിൻ്റെ സ്ഥാനത്ത് എനിക്ക് കൂട്ടുകാരന്മാരൊന്നും ഇല്ലാതിരുന്ന സ്ഥാനത്ത്, കൂട്ടുകാരനായിട്ട് ഇറങ്ങി വന്ന് എൻ്റെ കൂടെ വന്ന ഒരു വ്യക്തിയാണ് യേശു കർത്താവ് എന്ന് പറയുന്നത്. യേശു കർത്താവ് എന്ന് പറയുന്നത് യേശുവേന്ന് നമ്മളൊന്ന് വിളിച്ചാൽ മതി, എൻ്റെ യേശു കർത്താവ് എൻ്റെ കൂടെ ഇറങ്ങി വരും. യേശുവിൻ്റെ സാന്നിധ്യം വന്നാൽ, യേശു കർത്താവിൻ്റെ സാന്നിധ്യം വന്നാൽ, യേശു കർത്താവ് ഒരു കൂട്ടുകാരനെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഗൈഡ് പോലെ യേശു കർത്താവ് അവിടെ വരും. യേശു കർത്താവ് ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കർത്തൃത്വം യേശു കർത്താവ് ഏറ്റെടുത്ത ആ വ്യക്തിയെ യേശു കർത്താവ് നയിക്കുവാനായിട്ട് ഇടയായിത്തീരും. യേശു കർത്താവ് ആ വ്യക്തിയുടെ ഓരോ മൂമെൻറ്റുകളും ഓരോ സെക്കൻഡുകളും ആ കർത്താവ് തന്നെ മുന്നോട്ട് നയിക്കുവാനായിട്ട് ഇടയായിത്തീരും. യേശുവിൻ്റെ നാമത്തിൽ യേശു കർത്താവ് മുന്നോട്ട് നമ്മളെ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ഓരോന്നും അപ്ഡേറ്റ് ആവാനായിട്ട് തുടങ്ങും. എൻ്റെ മൈൻഡിൻ്റെ വിഷമങ്ങൾ ഓരോന്നും മാറുന്ന ടൈമിൽ ഞാൻ ഓരോന്നും വീണ്ടും പഠിക്കാനായിട്ട് ഇടയായിത്തീരുന്നു. വീണ്ടും പഠനത്തിൻ്റെ മേഖലയിലോട്ട് പോയി പഠനത്തിൻ്റെ ഓരോ മേഖല അപ്ഡേറ്റ് ആവാനായിട്ട് തുടങ്ങി. കമ്പ്യൂട്ടർ പഠിക്കാനായിട്ട് ഇടയായിത്തീരുന്നു, ഡേറ്റ എൻട്രി പഠിക്കാനായിട്ട് ഇടയായിത്തീരുന്നു, മറ്റു പല അതും പഠിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഇവിടെയൊന്നും ഇത്ര പോലും പുറത്തു പോകാൻ പറ്റാതിരുന്ന എന്നെ പുറത്തു കൊണ്ടുപോകുന്നെങ്കിൽ അത് ഒരു വ്യക്തി മാത്രമാണ്, അതിൻ്റെ യേശു കർത്താവാണ്. അത് മറ്റൊന്നിലൂടെയല്ല, അത് പ്രാർത്ഥനയിലൂടെ തന്നെയാണ്. പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മേൽ ഇറങ്ങി വന്നത്, പല നാൾ പ്രാർത്ഥിച്ചിറങ്ങി വന്നത് എൻ്റെ യേശു കർത്താവ് എൻ്റെ റൂമിൻ്റെ അകത്താണ്. വ്യക്തമായി തിരിച്ചറിയുന്ന ഒരു തലത്തിൽ
വ്യക്തമായി നമുക്ക് തിരിച്ചറിയുന്ന ഒരു തലത്തിൽ എൻ്റെ യേശു കർത്താവ് എൻ്റെ അടുക്കലോട്ട് ഇറങ്ങി വന്നു. യേശു കർത്താവിൻ്റെ ആ പ്രസൻസ്, യേശു കർത്താവ് വന്നാൽ, യേശു കർത്താവിൻ്റെ സാന്നിധ്യം ഒരു വ്യക്തിയിലോട്ട് വന്നാൽ അവിടെ തിരിച്ചറിയുവാനായിട്ട് ഇടയെത്തി. അവിടെ രോഗങ്ങൾക്കോ അവിടെ മറ്റ് ബുദ്ധിമുട്ടുകൾക്കോ അവിടെ മറ്റു പല കാര്യങ്ങൾക്കോ പ്രാധാന്യതയില്ല. യേശു കർത്താവ് നമ്മുടെ മേൽ ഇറങ്ങി വരാൻ തുടങ്ങിയാൽ യേശു കർത്താവ് വ്യക്തമായി തിരിച്ചറിയുന്ന തലത്തിൽ നമ്മുടെ ശരീരത്തിൽ തിരിച്ചറിയാനായിട്ട് ഇടയെത്തിരും. നമ്മുടെ മനസ്സിൽ തിരിച്ചറിയാൻ നമ്മൾ എത്ര വിഷമങ്ങൾ പിടിച്ചു വെച്ചാലും യേശു കർത്താവ് ഇറങ്ങി വരികയാണെങ്കിൽ, യേശു കർത്താവ് നമ്മുടെ റൂമിൻ്റെ അകത്ത് ഇറങ്ങി വരികയാണെങ്കിൽ നമുക്ക് തിരിച്ചറിയുന്ന തലത്തിൽ ആദ്യം പൊട്ടുന്നത് നമ്മുടെ വിഷമങ്ങൾ പൊട്ടും. തിരുവചനം പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിനക്ക് നൽകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. സ്തോത്രം. അവിടെ ആദ്യം തരുന്ന സമാധാനമാണ്. നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടോ അതെല്ലാം തിരിച്ചു തരാൻ കർത്താവിന് കഴിയും. എനിക്ക് പഠനം അവിടെ നിർത്തിവെച്ച പഠനം ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുന്നു. വീണ്ടും പഠനം റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് ഓരോന്നും അപ്ഡേറ്റായി മാറി. എൻ്റെ ഓരോ പഠനങ്ങളിലും ഞാൻ മുന്നോട്ട് വരാനായിട്ട് ഇടയായിത്തീരുന്നു. +2 പഠിച്ചു, അത് കഴിഞ്ഞ് കമ്പ്യൂട്ടറിലോട്ട് പോയി. ഇത് ഓരോന്നും അപ്ഡേറ്റ് ആവാനുള്ള കാരണം എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വന്നതുകൊണ്ടാണ്. അത് മറ്റു വ്യക്തിക്കതിൽ ഒരു പ്രാധാന്യതയില്ല. അത് മുഴുവൻ പ്രാധാന്യത എന്ന് പറയുന്നത് എൻ്റെ കർത്താവിന് മാത്രമാണ്. എൻ്റെ കർത്താവ് എൻ്റെ റൂമിൽ ഇറങ്ങി വന്ന ടൈമുണ്ട്. ആ ടൈമിലൊക്കെയും കർത്താവിൻ്റെ പാട്ട്, കർത്താവിൻ്റെ വചനം, ഇത് ഓരോന്ന് വായിക്കുന്ന ടൈമിൽ എൻ്റെ ഓരോ വിഷമങ്ങൾ ഞാൻ ഇറക്കി വെച്ച ഓരോ സമയങ്ങളുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഇഷ്ടംപോലെ കൂട്ടുകാരോട് നടക്കും. ആ കൂട്ടുകാരോട് നടക്കുമ്പോൾ ആ ഫിക്സ് വന്നവിടെ വീഴുമ്പോൾ, ആ രോഗം വന്നവിടെ വീഴുമ്പോൾ അവിടെ അവർക്കെല്ലാവർക്കും പരിമിതിയുണ്ട്. എന്നാൽ ദൈവത്തിന് പരിമിതിയില്ല. നമ്മുടെ ദൈവത്തിന് ഒരു കാരണവശാലും പരിമിതിയില്ല. ദൈവം അവിടെയും ഇറങ്ങി വന്ന് എന്നെ പലപ്പോഴും അവിടെ എന്നെ കൊണ്ടുപോയ ഓരോ സ്ഥലങ്ങൾ, കൊണ്ടുപോയ ഓരോന്നുമുണ്ട്. കർത്താവിൻ്റെ ഓരോ പ്രവൃത്തി ചെയ്യുവാൻ, കർത്താവിനെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കർത്താവ് ഇറങ്ങി വന്നാലുള്ള പ്രത്യേകത, കർത്താവ് എന്നെ ഒരു പ്രാർത്ഥന ദൗത്യങ്ങളിലോട്ടാണ് കർത്താവ് നയിച്ചത്. എന്നെ കർത്താവിൻ്റെ സ്വരം അവിടെ വെച്ച് വീട്ടിൽ വെച്ച് കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. കർത്താവിൻ്റെ പ്രസൻസ് അറിഞ്ഞ്, കർത്താവിൻ്റെ സ്വരം കേട്ട് കർത്താവിൻ്റെ ദൗത്യങ്ങൾ എന്നെ ഏൽപ്പിക്കുകയായിരുന്നു. കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ നിയോഗം ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഞാൻ അറിഞ്ഞത് ആ പ്രാർത്ഥനയുടെ നിയോഗം വന്നു. അവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ നിന്ന് കർത്താവ് എന്നെ കൊണ്ടുപോയത് മറ്റൊരു സ്ഥലത്തോട്ടാണ്. സെമിനാരിയിലോട്ട് പോയപ്പോൾ അതിൻ്റെ പഠനങ്ങൾ, അവിടെ പോയപ്പോൾ എനിക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. ഒന്നും അറിയത്തില്ല. അവിടെ വെച്ച് കർത്താവിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. വചനം കൊണ്ട് എങ്ങനെയെല്ലാം പ്രാർത്ഥിക്കണം, ഏതെല്ലാം വിധത്തിൽ ഉപവസിക്കണം, ഇതെല്ലാം കർത്താവ് എന്നെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ അവിടെ നിന്ന് 3 വർഷം പഠിച്ചു. 3 വർഷം സെമിനാരിയിൽ പഠിച്ചു. മൗണ്ട് സയൻ ബൈബിൾ സെമിനാരിയിൽ പഠിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ആ പഠനം കഴിഞ്ഞിറങ്ങുമ്പോഴും ഞാൻ കർത്താവിൻ്റെ അടുത്ത് ചോദിക്കുക, കർത്താവേ ഞാൻ സഭ എടുക്കട്ടെ എന്ന് ചോദിച്ചു. കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, കർത്താവ് നീ സഭ എടുക്കരുത്, ഇപ്പം നീ സഭ എടുക്കരുതെന്ന് പറഞ്ഞു കർത്താവ് എന്നെ പുറത്തു കൊണ്ടുവന്ന് കർത്താവ് കൃത്യമായിട്ട് ഓരോന്നും പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. കർത്താവിന് ഓരോ വ്യക്തിയിലെ ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലോട്ട് നമ്മൾ വരിക. കർത്താവ് എന്നെ ശുശ്രൂഷയിൽ ഏൽപ്പിച്ചു. ആ ശുശ്രൂഷ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോയി. ആ ശുശ്രൂഷ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.